ഹായ് ഫ്രണ്ട്സ്, എസ് കെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക എങ്ങനെ മെഴുക്ക് പുരട്ടാം എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ളത് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുണ്ട്. അതേപോലെ തന്നെ ഒരല്പം തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പച്ചമുളക്, ഒരു സവാള മതിയാവും, ഒരു സവാള. അപ്പോൾ നമുക്ക് ഇവനെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടാൻ ആവശ്യമായിട്ടുള്ള അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആദ്യമേ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ വറ്റൽമുളക് 2 എണ്ണം, അതേപോലെ തന്നെ വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഒന്ന് വഴട്ടിയെടുക്കണം നമുക്ക്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് പെരിഞ്ജീരകം, പൊടിക്കാത്തത് വേണം ചേർക്കാൻ, 1 സ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർക്കുക. ഇതിലേക്ക് ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമ്മുടെ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചെറുതീയിൽ ഫ്ലെയിം ആക്കിയതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിത് നോക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്ക. അതിലേക്കൊരു 1/4 സ്പൂണ് ഗരം മസാല പൊടിച്ചത്, ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും നല്ല രുചിയാണ്. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വെണ്ടയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി വെണ്ടയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്